Hi friends, welcome back to AlanAjax Creationz. അപ്പോൾ നമ്മൾ ഇന്നോട്ട് ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു പായസമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാനായിട്ട് നമുക്ക് കിച്ചണിലോട്ട് പോവാം. നമ്മൾ ചെയ്യാൻ പോണത് ചക്കക്കുരു പായസമാണ്. അപ്പോൾ ഓണത്തിൻ്റെയൊക്കെ ആയിട്ട് സ്പെഷ്യലായിട്ട് ഇന്ന് പായസമാണ് വെക്കണത്. അപ്പോൾ ചക്കക്കുരു പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, വേവിച്ചെടുത്തിട്ടുണ്ട്, തോട് കളഞ്ഞ് അത് കുക്കറിലിട്ട് അടിച്ച് വേവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. നമ്മളിത് ചക്കക്കുരു ഇപ്പോൾ അരച്ചെടുത്തതാണിത്. ഇതിൽ ഈ ചക്കക്കുരുവിൻ്റെ പണി നന്നാക്കി എടുക്കണത് മാത്രമേ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളൂ, പിന്നെയൊക്കെ നമുക്ക് എളുപ്പമാണ്. ഇനി നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്കാണ് നമ്മൾ ഈ ചക്കക്കുരു അരച്ചെടുത്തത് ഇടാൻ പോകുന്നത്. നെയ്യൊന്ന് പാത്രത്തിൻ്റെ എല്ലായിടത്താവാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുത്താൽ ഇതിലേക്ക് നമ്മൾ ചക്കക്കുരു അരച്ചെടുത്തത് ഇട്ട് കൊടുക്കുക. മൊത്തമായിട്ട് അങ്ങോട്ട് പഠിച്ചിട്ടിട്ട് നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് ഇതാക്കി കൊടുക്കും, ഒന്ന് ചൂടാവാനായിട്ട്. എൻ്റെ അടുത്ത് ചെറിയ ഉരുളിയൊന്നുമില്ല, അത് കാരണം ഇങ്ങനെ സ്റ്റീലിൻ്റെ പാത്രത്തിൽ തന്നെയാണ് വെക്കുന്നത് പായസം. ഒന്ന് ചൂടാവാനായിട്ട് ഒരു 5 മിനിറ്റ് ഇളക്കി കൊടുക്കുക. അപ്പം ഇത് ചൂടായിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഇനി ശർക്കര പാനിയാണ് ഒഴിക്കുന്നത്. ശർക്കര ഞാൻ പാനിയാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ നേരത്തെ തന്നെ, അതുകൊണ്ടാണ് ഈ കുപ്പിയിലിരിക്കുന്നത്. അപ്പം അത് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അത് ശർക്കര പാനി മധുരം കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ലിറ്റർ പാല്. ഇതിപ്പോൾ ഒരു 10-20 ചക്കക്കുരു ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ എടുത്തത് 10-25 ഉണ്ടാവും, പക്ഷെ ഇത് ഭയങ്കര കുഞ്ഞ് ചക്കക്കുരു ആയിരുന്നു, ഭയങ്കര ചെറുതാണ്. അപ്പോൾ ഒരു 10-20 ചക്കക്കുരു എടുത്താൽ മതിയാവും. ഇതൊന്ന് തള വന്ന് കഴിയുമ്പോൾ നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഒഴിച്ചിട്ട് ശർക്കര പാനി ഒഴിച്ചിട്ട് തള വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ശർക്കരയുടെ പാനിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോഴാണ് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഇനി മധുരം കുറവ് വേണ്ടവർക്ക് കുറച്ചെടുക്കാം, കൂടുതൽ വേണ്ടവർക്ക് കൂടുതലെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. ഇപ്പം ഇതിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാലും തേങ്ങാപ്പാൽ വേണ്ടവർക്ക് തേങ്ങാപ്പാൽ യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇവിടെ പശുമ്പാലാണ് യൂസ് ചെയ്യണത്. പാല് 1/2 ലിറ്റർ പാല് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി കുറുകി വരുന്നവരെ, അധികം കുറുകണ്ട നമ്മൾ മറ്റു പായസങ്ങളുടെ മാതിരി. കാരണം ചക്കക്കുരു അത് കട്ടിയായി പോവും പിന്നെ. അപ്പോൾ ഒന്ന് തിളച്ച് ഇതായി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് പിന്നെ കാഷ്നട്ടും കിസ്മിസൊക്കെ നെയ്യിൽ വറുത്തിടാം. അപ്പോൾ അത് നന്നായി തിളച്ച് മറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ ഓഫ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ മൂപ്പിച്ചിടാം. അത് കഴിയുമ്പോൾ പായസം അപ്പോൾ റെഡിയാവും. പിന്നെ നമുക്ക് ടേസ്റ്റ് അബ്രോനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ഇതിലാകെ കുറച്ച് പണിയുള്ളത് നമുക്ക് ഈ ഇളക്കുന്ന പണിയും പിന്നെ ചക്കക്കുരു ക്ലീൻ ചെയ്തെടുക്കുന്നത് മാത്രമാണ്. ബാക്കിയൊക്കെ എളുപ്പമാണ്. പിന്നെ ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്യണമില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്ന് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇല്ലെങ്കിലും അതിന് പകരം നമുക്ക് ഈ ചക്കക്കുരു തന്നെ ഇടാൻ പറ്റും. കുറച്ച് കട്ടിയിൽ വറുത്തെടുക്കുക എന്തെങ്കിലും ചെയ്തിട്ട് അത് പൊടിച്ചിട്ടാലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചക്കക്കുരു മാത്രമായിട്ടുള്ള പായസമായി വരും, അങ്ങനെയും ചെയ്യാം. പിന്നെ നമ്മൾ പായസത്തിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും തളിച്ചിടാം. അതിന് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പിടാം. അപ്പോൾ നെയ്യ് ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇനി ഞാനിതിൽ അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഇടണുള്ളൂ. അത് അണ്ടിപ്പരിപ്പിട്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്തിരിയും കൂടി അതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ രണ്ടും ആയി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യും കൂടി ഇതിൽ തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ പായസം റെഡിയായി. അപ്പോൾ എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക.
നല്ല ടേസ്റ്റാണ്. ഇനി നമ്മുടെ ടേസ്റ്റ് ബ്രൗനെ കൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ചക്കക്കുരു എപ്പോഴും നല്ലതാണ്, അതെങ്ങനെ കഴിച്ചാലും നല്ലതാണ്, നിറയെ വൈറ്റമിൻ ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു പായസം റെഡി ആയിട്ടുണ്ട്. അത് ടേസ്റ്റ് ചെയ്യാണ്. സൂപ്പറായിട്ട് അടിപൊളി ചക്കക്കുരു പായസമാണ്. ചക്കക്കുരുവിൻ്റെ ടേസ്റ്റ് ഒന്നും തോന്നുന്നില്ല. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം. കഴിഞ്ഞ വർഷം ഓണത്തിന് പഴം പ്രഥമൻ ഇട്ടുണ്ടായി. അപ്പോൾ അതെല്ലാവരും നോക്കണം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.